നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും ആഗോള കപ്പൽ കമ്പനിയായ എംഎസ്സിയും തമ്മിൽ ധാരണയിലെത്തിയെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവാദവും വാക്പോരും കടുകുന്നു. സംസ്ഥാന സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി അദാനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനാകില്ലെന്നും അദാനി ഇവിടെ സൂപ്പർ ഗവൺമെന്റ് അല്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചതിന് തൊട്ടുപിന്നാലെ കരാറിൽ സർക്കാരിന്റെ അതൃപ്തി പരസ്യമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസും രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി മുൻകൂർ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നതെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിലുള്ള കടുത്ത അതൃപ്തി മുഖ്യമന്ത്രി VD സതീശൻ അദാനി പോർട്സ് മാനേജ്മെന്റിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതെന്നും സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൺസെഷനറുടെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓർമ്മിപ്പിച്ചു. കൺസെഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിബന്ധനകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും സർക്കാർ ഇതിൽ തുടർ നിലപാട് സ്വീകരിക്കുക. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി ഇക്കാര്യം വിശദമായി പഠിക്കും. രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള നിർണായക കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. സംസ്ഥാനത്തിന്റെ താൽപര്യം പൂർണ്ണമായി സംരക്ഷിച്ച വിഴിഞ്ഞത്തെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ഈ ഓഹരി ഇടപാടിനെതിരെ കടുത്ത അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി അദാനി ഗ്രൂപ്പ് വെറും 2454 കോടി രൂപ മാത്രം മുടക്കിയപ്പോൾ MSCയുമായിട്ടുള്ള ഈ ഒരൊറ്റ ഓഹരി കച്ചവടത്തിലൂടെ അദാനിയുടെ കൈകളിലേക്ക് എത്തുന്നത് 13,220 കോടി രൂപയാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. മുടക്കിയതിന്റെ പല ഇരട്ടി തുകയാണ് അദാനിയുടെ കീശയിലെത്തുന്നത്. 25% ഓഹരി കൈമാറാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിയമം നിലനിൽക്കെ അത് മറികടന്നാണ് അദാനി ഇടപാട് നടത്തിയത്. ഓഹരി കൈമാറ്റ വിവരം സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന് ആരോപിച്ച പിണറായി വിജയൻ അദാനിയുടെ ഈ നിയമവിരുദ്ധ നീക്കത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. MSC വന്നാൽ വിഴിഞ്ഞത്ത് വിദേശ കമ്പനിയുടെ ആധിപത്യം ഉണ്ടാകുമെന്നും കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭകൊയ്ത്തിന് സർക്കാർ കുടപിടിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം തന്റെ പേര് മറന്നില്ലല്ലോ, ഓർക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ വിശദീകരണമായി അദാനി ഗ്രൂപ്പും രംഗത്ത് വന്നിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെയോ അതിന്റെ ഭൂമിയുടെയോ ഓഹരിയല്ല, മറിച്ച് തുറമുഖം നടത്താനായി അദാനി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓപ്പറേറ്റിംഗ് കമ്പനിയുടെ 49% ഓഹരികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC ഗ്രൂപ്പിന്റെ ടെർമിനൽ വിഭാഗമായ TIL കൈമാറാൻ തീരുമാനിച്ചതെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. തുറമുഖവും കടലുമെല്ലാം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ തന്നെയായിരിക്കും. സാങ്കേതികമായി ഇവിടെ കരാർ ലംഘനം നടന്നിട്ടില്ലെന്നും വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാൻ കരാർ അനുസരിച്ച് അവകാശമുണ്ടെന്നുമാണ് അദാനി വ്യക്തമാക്കുന്നത്. 2024 ഡിസംബർ 24 തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ നടത്തിയത് പ്രാഥമിക ധാരണ മാത്രമാണെന്നും നിയമപരമായി ഓഹരി കൈമാറാൻ കേരള സർക്കാരിന്റെ ഔദ്യോഗിക അനുമതിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിസിൽ MDക്കും ഇന്നലെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു. പുതിയ പങ്കാളി വന്നാലും 2035 മുതൽ വരുമാന വിഹിതം സംസ്ഥാനത്തിന് നൽകണമെന്നതടക്കമുള്ള ഒരു വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാകില്ലെന്നും അവർ അവകാശപ്പെടുന്നു.